ഹലോ ഫ്രണ്ട്സ്, PSC കോഡ്സ് ആൻഡ് ട്രിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ മലയാളത്തിൻ്റെ കുറച്ച് മോഡൽ ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യുന്നത്. വരുന്ന എക്സാമിനൊക്കെ തീർച്ചയായിട്ടും ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മോഡൽ ക്വസ്റ്റ്യൻസ് ആണ് നോക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനു മുമ്പ് നമ്മൾ ഒരുപാട് മലയാളത്തിൻ്റെയും ഇംഗ്ലീഷിൻ്റെ അതുപോലെ തന്നെ SCRT തുടങ്ങിയ ക്ലാസ്സുകളൊക്കെ ഒരുപാട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ മോക്ക് ടെസ്റ്റൊക്കെ അറ്റൻഡ് ചെയ്യണമെന്നുള്ളവർക്ക് ഈ ചാനലിൻ്റെ പ്ലേലിസ്റ്റിൽ പോയി കഴിഞ്ഞാൽ PSC മലയാളം അതുപോലെ തന്നെ PSC ഇംഗ്ലീഷ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടിട്ടുള്ള ഒരുപാട് വീഡിയോ നമ്മൾ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പ്ലേലിസ്റ്റായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ. അപ്പോൾ പ്ലേലിസ്റ്റിൽ പോയി കഴിഞ്ഞാൽ ഈ ചാനലിൻ്റെ പ്ലേലിസ്റ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതൊക്കെ കാണാൻ സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കാം. ആദ്യത്തെ ചോദ്യം, ഒറ്റപ്പദം എഴുതുക. മാന്യമായ ആചാരം. മാന്യമായ ആചാരം എന്നതിൻ്റെ ഒറ്റപ്പദം എന്താണ്? ഓപ്ഷൻസ്: അദ്വിതീയം, അനുഭാഷണം, ആര്യവൃത്തം, ആപാദമധുരം. മാന്യമായ ആചാരം എന്നതിൻ്റെ ഒറ്റപ്പദം. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ ഈ 4 വാക്കുകളും 4 ഓപ്ഷൻസ് തന്നിരിക്കുന്ന ഈ 4 ഒറ്റപ്പദങ്ങളും ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ ഇവിടുത്തെ ആൻസർ ആര്യവൃത്തമാണ്. ഓപ്ഷൻ സി ആണ് ആൻസർ, ആര്യവൃത്തം. അപ്പോൾ മാന്യമായ ആചാരം എന്നതിൻ്റെ ഒറ്റപ്പദം ആര്യവൃത്തമാണ്, ആര്യവൃത്തം. ഇനി ഓപ്ഷൻ എ നോക്കിയേ, അദ്വിതീയം. അദ്വിതീയം എന്നതിൻ്റെ ഒറ്റപ്പദം എന്തിൻ്റെ ഒറ്റപ്പദമാണ്? ദ്വിതീയമല്ലാത്തത്. ദ്വിതീയമല്ലാത്തത് എന്നതിൻ്റെ ഒറ്റപ്പദമാണ് അദ്വിതീയം. ദ്വിതീയമല്ലാത്തത് എന്നതിൻ്റെ ഒറ്റപ്പദമാണ് അദ്വിതീയം. അതുപോലെ ഓപ്ഷൻ ബി, അനുഭാഷണം. പറയുന്നത് പിന്നെയും പറയുന്നത്, അല്ലേ? പറയുന്നത് പിന്നെയും പറയുന്നതിനെയാണ് അനുഭാഷണം എന്ന് പറയുന്നത്. പറഞ്ഞത് തന്നെ പിന്നെയും പറയുന്നതിനെയാണ് അനുഭാഷണം എന്നതിൻ്റെ ഒറ്റപ്പദമാണ് അനുഭാഷണം. അതുപോലെ ഓപ്ഷൻ ഡി, ആപാദമധുരം. കേൾക്കുന്ന മാത്രയിൽ മധുരം ഉളവാക്കുന്നത് എന്നതിൻ്റെ ഒറ്റപ്പദമാണ് ആപാദ മധുരം. കേൾക്കുന്ന മാത്രയിൽ മധുരം ഉളവാക്കുന്നത് എന്നതിൻ്റെ ഒറ്റപ്പദമാണ് ആപാദ മധുരം. അപ്പോൾ ഒന്നുകൂടി പറയാം: അദ്വിതീയം, ദ്വിതീയമല്ലാത്തത്; അനുഭാഷണം, പറയുന്നത് തന്നെ പിന്നെയും പറയുന്നത്; ആര്യവൃത്തം, മാന്യമായ ആചാരം; ആപാദമധുരം, കേൾക്കുന്ന മാത്രയിൽ മധുരം ഉളവാക്കുന്നത്. 4 എഴുതിയെടുത്തോളാം കേട്ടോ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 4 ഒറ്റപ്പദങ്ങളും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത ചോദ്യം, ലാളിക്കുക എന്നർത്ഥം വരുന്ന ശൈലി ഏത്? ലാളിക്കുക എന്നർത്ഥം വരുന്ന ശൈലി. ഓപ്ഷൻസ്: തല താഴ്ത്തുക, തലയിൽ കയറ്റുക, തലയിൽ കെട്ടിവെക്കുക, തല മറന്ന് എണ്ണ തേക്കുക. ലാളിക്കുക എന്നർത്ഥം വരുന്ന ശൈലി. നമ്മൾ ഇടയ്ക്കെങ്കിലും പറയുമല്ലേ, ലാളിച്ച് വഷളാക്കി കളഞ്ഞോ എന്നൊക്കെ പലപ്പോഴൊക്കെ പറയത്തില്ലേ? ഇപ്പം എന്താ പറയുന്നത്? തലയിൽ കയറ്റുക അല്ലേ? ഓപ്ഷൻ ബി ആണ് ആൻസർ, തലയിൽ കയറ്റുക. ലാളിക്കുക എന്നർത്ഥം വരുന്ന ശൈലിയാണ് തലയിൽ കയറ്റുക. അടുത്ത ചോദ്യം, കണ്ടുവെങ്കിൽ എന്ന പദത്തിലെ സന്ധി നിർണ്ണയിക്കുക. കണ്ടുവെങ്കിൽ എന്ന പദത്തിലെ സന്ധി നിർണ്ണയിക്കുക. ഓപ്ഷൻസ്: ആദേശസന്ധി, ലോപസന്ധി, ആഗമസന്ധി, ദ്വിത്വസന്ധി. അപ്പം നമുക്ക് സന്ധി കണ്ടെത്തണമെങ്കിൽ ഈ കണ്ടുവെങ്കിൽ എന്ന വാക്ക് പിരിച്ചെഴുതാൻ അറിയണം അല്ലേ? കണ്ടുവെങ്കിൽ എന്ന വാക്ക് എങ്ങനെ പിരിച്ചെഴുതാം? കണ്ടു പ്ലസ് എങ്കിലാണ് കണ്ടുവെങ്കിൽ. കണ്ടു പ്ലസ് എങ്കിൽ എന്നതാണ് കണ്ടുവെങ്കിൽ എന്ന് പറയുന്നത്. അവിടെ എന്താ സംഭവിച്ചപ്പം? കണ്ടു പ്ലസ് എങ്കിൽ കണ്ടുവെങ്കിൽ, അവിടെ വാ അല്ലേ? വാ ആഗമിച്ചു അല്ലേ? വാ എന്നുള്ളത് അഡീഷണലായിട്ട് വന്നു ചേർന്നതാണ്. കണ്ടു പ്ലസ് എങ്കിൽ ആണ് ചേർത്ത് എഴുതിയപ്പോൾ കണ്ടുവെങ്കിൽ എന്നായത്. അപ്പോൾ അവിടെ വാ എന്നുള്ളത് ആഗമിച്ചു. അതുകൊണ്ട് തന്നെ അത് എന്തിനു ഉദാഹരണമാണ്? ഓപ്ഷൻ സി ആണല്ലേ ആൻസർ, ആഗമസന്ധിക്ക് ഉദാഹരണമാണ്. 2 വർണ്ണങ്ങൾ കൂടി ചേരുമ്പോൾ ആ 2 വർണ്ണങ്ങൾക്കൊപ്പം തന്നെ മൂന്നാമതൊരു വർണ്ണം വന്നു ചേരുന്നതിനെയാണ് ആഗമസന്ധി എന്ന് പറയുന്നത്. ഓപ്ഷൻ സി ആണ് ആൻസർ. അടുത്ത ചോദ്യം, ധനത്തിൽ എന്ന പദം പിരിച്ചെഴുതിയാൽ എങ്ങനെ എഴുതാം? ധനത്തിൽ. ഓപ്ഷൻ എ, ധനം പ്ലസ് ഇൽ. ഓപ്ഷൻ ബി, ധനത്ത് പ്ലസ് ഇൽ. ഓപ്ഷൻ സി, ധനം പ്ലസ് തിൽ. ഓപ്ഷൻ ഡി, ധന പ്ലസ് തിൽ. ധനത്തിൽ എന്ന പദം പിരിച്ചെഴുതിയാൽ പ്രീവിയസ് ഇയർ ചോദ്യമാണ് കേട്ടോ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണിത്. ആൻസർ ഓപ്ഷൻ എ ആണ്, ധനം പ്ലസ് ഇല്ലാണ്. ധനം പ്ലസ് ഇല്ലാണ് ധനത്തിൽ. ധനം പ്ലസ് ഇൽ ധനത്തിൽ. പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. അടുത്ത ചോദ്യം, തന്നിരിക്കുന്ന വാക്യത്തിലെ തെറ്റായ പ്രയോഗം ഏത്?
പരീക്ഷാർത്ഥികൾ കൃത്യമായി ഹാളിലേക്ക് എത്തിച്ചേർന്നു. അപ്പോൾ ഇതിൽ തെറ്റായിട്ടുള്ള പ്രയോഗമേതെന്ന് കണ്ടെത്തണം. ഇത് വാക്യശുദ്ധി എന്ന് പറയുന്ന ഒരു മലയാളത്തിലൊരു ടോപ്പിക്കുണ്ട്. ആ ടോപ്പിക്കിൽ നിന്ന് വന്നിരിക്കുന്ന ചോദ്യമാണ്. ഇപ്പോൾ ഇവിടെ ഓപ്ഷൻസ്: എത്തിച്ചേർന്നു, ഹാളിലേക്ക്, പരീക്ഷാർത്ഥികൾ, കൃത്യമായി. ഇതിലേതാണ് തെറ്റായ പ്രയോഗം? ഓരോന്നും എടുത്ത് നോക്കുക. പരീക്ഷാർത്ഥികൾ കൃത്യമായി ഹാളിലേക്ക് എത്തിച്ചേർന്നു. ഇവിടെ തെറ്റെന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. പരീക്ഷാർത്ഥികൾ എന്നിങ്ങനെയാണ് എഴുതേണ്ടത്, അല്ല. അപ്പോൾ എങ്ങനെയാണ് എഴുതേണ്ടത് എന്നുള്ളത് നിങ്ങൾ വീഡിയോ താഴെ കമൻറ്റ് ചെയ്യുക കേട്ടോ. പരീക്ഷാർത്ഥികൾ, ഇവിടെ പരീക്ഷാർത്ഥികളെന്ന് തെറ്റായിട്ടാണ് തന്നിരിക്കുന്നത്. അപ്പോൾ പരീക്ഷാർത്ഥികൾ എങ്ങനെയാണ് ശരിയായിട്ട് എഴുതേണ്ടത് എന്നുള്ള രീതിയിൽ എഴുതേണ്ടത് എന്നുള്ളത് നിങ്ങൾ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. അടുത്ത ചോദ്യം: നിങ്ങൾ തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുന്നു എന്നർത്ഥം വരുന്ന ഇംഗ്ലീഷ് വാക്യം ഏത്? നിങ്ങൾ തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുന്നു എന്നർത്ഥം വരുന്ന ഇംഗ്ലീഷ് വാക്യം. ഓപ്ഷൻസ്: യു ആർ മിസ്റ്റേക്കൺ, യു ആർ റോങ്, യു ഡോണ്ട് അണ്ടർസ്റ്റാൻഡ്, യു കാൺട്ട് അണ്ടർസ്റ്റാൻഡ്. നിങ്ങൾ തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുന്നു എന്നർത്ഥം വരുന്ന ഇംഗ്ലീഷ് വാക്യം ഏതാണ്? സിമ്പിളായിട്ട് ഓപ്ഷൻസ് വായിക്കുമ്പോൾ തന്നെ നമുക്ക് കിട്ടും അല്ല ആൻസർ. ഓപ്ഷൻ എ ആണ്. യു ആർ മിസ്റ്റേക്കൺ ആണ് നിങ്ങൾ തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുന്നു എന്നർത്ഥം വരുന്ന ഇംഗ്ലീഷ് വാക്യം. യു ആർ മിസ്റ്റേക്കൺ. അടുത്ത ചോദ്യം: വിപരീത പദം എഴുതുക. ആകർഷണം എന്ന വാക്കിൻ്റെ വിപരീത പദം. ഓപ്ഷൻസ്: അനാകർഷണം, വികർഷണം, ആകർഷണി, ആകർണനം. ഇതും സിമ്പിൾ ചോദ്യം തന്നെയാണ്. ആകർഷണം എന്നതിൻ്റെ വിപരീത പദം വികർഷണമാണ് കേട്ടോ. പലരും ഓപ്ഷൻ എ എഴുതാനുള്ളൊരു സാധ്യത ഉണ്ട്. അപ്പോൾ ശ്രദ്ധിച്ചോളണം. ആകർഷണം എന്നതിൻ്റെ വിപരീത പദം വികർഷണമാണ്. ആകർഷണം, വികർഷണം. അടുത്ത ചോദ്യം: ചോദ്യരൂപത്തിലുള്ള വാചകങ്ങളുടെ ഒടുവിൽ ചേർക്കുന്ന ചിഹ്നം അറിയപ്പെടുന്നത് ഏതു പേരിലാണ്? അപ്പോൾ ഇത് റെയറായിട്ട് ചോദ്യപേപ്പറുകളിൽ വരുന്ന ചോദ്യമാണ് കേട്ടോ. റെയറായിട്ടേ ചോദിച്ച് കണ്ടിട്ടുള്ളൂ ഇങ്ങനത്തെ ചോദ്യം. എന്നാലും ശ്രദ്ധിക്കുക, ഇനി വന്നുകൂടായിക എന്നില്ല. റെയറായിട്ടേ കണ്ടിട്ടുള്ളൂ. അപ്പോൾ ചോദ്യരൂപത്തിലുള്ള വാചകങ്ങളുടെ ഒടുവിൽ ചേർക്കുന്ന ചിഹ്നം അറിയപ്പെടുന്നത്. ഓപ്ഷൻസ്: വിക്ഷേപിണി, കാകു, അങ്കുശം, വിശ്ലേഷം. എന്താണ്? ചോദ്യരൂപത്തിലുള്ള വാചകങ്ങളുടെ ഒടുവിൽ ചേർക്കുന്ന ചിഹ്നം ഏതാണ്? ക്വസ്റ്റ്യൻ മാർക്കാണല്ലേ? ക്വസ്റ്റ്യൻ മാർക്കാണ്. അപ്പോൾ അതിനെന്താ പേരിൽ അറിയപ്പെടുന്നത്? കാകു ആണ് കേട്ടോ. ഓപ്ഷൻ ബി ആണ് ആൻസർ, കാകു. ഇപ്പോൾ ചോദ്യരൂപത്തിലുള്ള വാചകങ്ങളുടെ ഒടുവിൽ ചേർക്കുന്ന ചിഹ്നമാണ് ഈ ക്വസ്റ്റ്യൻ മാർക്ക് എന്ന് പറയുന്നത്. അതിനെ മലയാളത്തിൽ കാകു എന്നാണ് പറയുന്നത്, കാകു. അതുപോലെ ഈ ഓപ്ഷൻ എ നോക്കിയ വിക്ഷേപിണി എന്താണ്? ഈ നമ്മൾ എക്സ്ക്ലമേഷൻ മാർക്ക് എന്ന് പറയത്തില്ലേ, ആശ്ചര്യചിഹ്നം, അതാണ് വിക്ഷേപിണി എന്ന് പറയുന്നത്, എക്സ്ക്ലമേഷൻ മാർക്ക്. അതൊരു ഓപ്ഷൻ സി. അങ്കുശം എന്താണ്? കോമയാണ് കേട്ടോ. നമ്മൾ കുത്ത് കോമ എന്നൊക്കെ പറയില്ലേ, അതുപോലെ കോമയാണ് അങ്കുശം എന്ന് പറയുന്നത്. അതുപോലെ വിശ്ലേഷം മീൻസ് അപ്പോസ്ട്രോഫിയാണ്. നമ്മൾ ഇംഗ്ലീഷിൽ അപ്പോസ്ട്രോഫി എന്ന് പറയത്തില്ലേ, അതാണ് വിശ്ലേഷം. അപ്പോൾ വിക്ഷേപിണി എക്സ്ക്ലമേഷൻ മാർക്ക്, കാകു ക്വസ്റ്റ്യൻ മാർക്ക്, അങ്കുശം എന്ന് പറയുന്നത് കോമ, അതുപോലെ അപ്പോസ്ട്രോഫി എന്ന് പറയില്ലേ ഇംഗ്ലീഷിൽ, അതിനെയാണ് ഈ വിശ്ലേഷം എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം: താഴെ തന്നിരിക്കുന്നവയിൽ കേവലക്രിയ ഏത്? ഇപ്പോൾ ഈ തന്നിരിക്കുന്നതിൽ കേവലക്രിയ എന്നാണ് ചോദ്യം. ഇത് റെയറായിട്ട് ക്വസ്റ്റ്യനുകളിൽ കണ്ടിട്ടുള്ളൂ. അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ചോളണം. അപ്പോൾ എന്താണ് കേവലക്രിയ എന്ന് അറിഞ്ഞാൽ മാത്രമേ ഇതിന് ആൻസർ എഴുതാൻ നമുക്ക് സാധിക്കത്തുള്ളൂ. ഇപ്പോൾ ഓപ്ഷൻസ്: നടത്തുന്നു, ഉറക്കുന്നു, കാട്ടുന്നു, എഴുതുന്നു. ഇപ്പോൾ ഞാൻ ഒരു കാര്യം കൂടെ പറയാം. ഇപ്പോൾ ഈ കേവലക്രിയ അറിയത്തില്ലെങ്കിലും നിങ്ങൾ ഈ ഓപ്ഷൻസ് ഒന്ന് വായിച്ച് നോക്കുക. ഓപ്ഷൻസ് വായിച്ചിട്ട് ഓഡ് ഓൺ ഔട്ടായിട്ട് നിങ്ങൾക്ക് എഴുതാൻ സാധിക്കും. ഈ എല്ലാ ഓപ്ഷൻസ് വായിച്ചിട്ട് ഒരുപോലെ വരുന്നതും ഇപ്പോൾ ഒരെണ്ണം അതിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെ എഴുതാൻ പറ്റും. അപ്പോൾ നിങ്ങളിവിടെ തന്നെ ശ്രദ്ധിച്ച് നോക്കിയേ. നടത്തുന്നു, ഉറക്കുന്നു, കാട്ടുന്നു, എഴുതുന്നു. ഇവിടെ നടത്തുന്നു, ഉറക്കുന്നു, കാട്ടുന്നു എന്നൊക്കെ പറയുമ്പോൾ അതെല്ലാം ഒരുമിച്ച് വരുന്നതാണല്ലേ. ഈ എഴുതുന്നു എന്ന് പറയുമ്പോൾ അത് സെപ്പറേറ്റ് നിൽക്കുന്നതാണ്. എഴുതുന്നു, ബാക്കിയൊക്കെ എഴുതുന്നു എന്ന് പറയുമ്പോൾ ആ ആൾ തന്നെ ചെയ്യുന്നതാണ്.
ബാക്കിയൊക്കെ ഒന്ന് ആലോചിച്ചു. ഉറക്കുന്നു, നടത്തുന്നു, കാട്ടുന്നു. ഇപ്പം എന്താണ് കേവലക്രിയ എന്നൊന്ന് പറയാം. കേവലക്രിയ എന്ന് വെച്ചാൽ കർത്താവ് സ്വയം ചെയ്യുന്ന ക്രിയയാണ് കേവലക്രിയ എന്ന് പറയുന്നത്. ഇവിടെ ഏതാണോ കർത്താവ്, ആ കർത്താവ് സ്വയം ചെയ്യുന്ന ക്രിയയാണ് കേവലക്രിയ എന്ന് പറയുന്നത്. അതായത് ഉദാഹരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കുന്നു, ഓടുന്നു, ഉറങ്ങുന്നു, എഴുതുന്നു, ഇതൊക്കെ കേവലക്രിയയ്ക്ക് ഉദാഹരണമാണ്. അപ്പോൾ ഇവിടുത്തെ ആൻസർ ഏതാണ്? ഓപ്ഷൻ ഡി ആണ്, എഴുതുന്നു. കേട്ടോ, കർത്താവ് സ്വയം ചെയ്യുന്ന ക്രിയയാണ് കേവലക്രിയ എന്ന് പറയുന്നത്. ഉദാഹരണം നടക്കുന്നു, ഓടുന്നു, ഉറങ്ങുന്നു, എഴുതുന്നു. ഓക്കെ. അടുത്ത ചോദ്യം, താമരയുടെ പര്യായപദം അല്ലാത്തത് ഏത്? ഇപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ താമരയുടെ പര്യായപദം അല്ലാത്തത് ഓപ്ഷൻസ് കമലം, രാജീവം, വാരിതം, സാരസം. താമരയുടെ പര്യായപദം അല്ലാത്തത് ഏതാണ്? വാരിതം. കേട്ടോ, ഈ 4 ഓപ്ഷനും പല എക്സാമുകളിലും ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ. ഇതേപോലെ പര്യായപദം അല്ലെങ്കിൽ സമാന പദമൊക്കെ എഴുതാൻ നേരത്ത് ചോദിച്ചിട്ടുള്ളതാണ്. ഈ കമലം, വാരിതം, സാരസം, രാജീവം, ഇത് 4 ചോദിച്ചിട്ടുണ്ട്, പല എക്സാമുകളിലും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ വാരിതം എന്നതിൻ്റെ അർത്ഥം മേഘമാണ് കേട്ടോ, മേഘം. വാരിതം, മേഘം. ഇപ്പോൾ ബാക്കി 3 താമര എന്നർത്ഥം വരുന്ന പദങ്ങളാണ്. കമലം, രാജീവം, സാരസം, ഇത് 3 താമര എന്നർത്ഥം വരുന്ന പദങ്ങളാണ്. എന്നാൽ ഇവിടെ ചോദിച്ചിരിക്കുന്നത് താമരയുടെ പര്യായപദം അല്ലാത്തത്, അത് ആൻസർ വാരിതമാണ്. വാരിതം എന്നതിൻ്റെ അർത്ഥം മേഘമാണ്, മേഘം. ഓക്കെ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയും ക്വസ്റ്റ്യൻസേ നോക്കുന്നുള്ളൂ. ഇതുപോലെ ഒരുപാട് മലയാളത്തിൻ്റെ ക്ലാസ്സുകൾ, ഞാൻ വീഡിയോയുടെ തുടക്കം പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് മലയാളത്തിൻ്റെ ക്ലാസ്സുകളൊക്കെ നമ്മൾ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ കണ്ടു വെക്കുക. മോക്ക് ടെസ്റ്റായിട്ട് ഒരുപാട് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ എക്സാം എഴുതാൻ പോകുന്നൊരു ഈ വീഡിയോ അറ്റൻഡ് ചെയ്തിട്ട് പോവുക. 100% ഉറപ്പ് തരാം, നിങ്ങൾക്ക് മലയാളത്തിൽ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. ഓക്കെ. ഇപ്പോൾ വീഡിയോ ഒക്കെ പ്രയോജനപ്പെടുമെന്ന് തോന്നിയാൽ ചാനലൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും കൂടി ശ്രദ്ധിക്കുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ഗുഡ് ബൈ.